ഹലോ എവരി വൺ. ന്യൂ ജനറേഷൻ മൊബൈൽ ഹാൻഡി അഥവാ ഡിജിറ്റൽ മൊബൈൽ റേഡിയോകളുടെ CPS സോഫ്റ്റ്വെയർ ഓപ്പറേഷനാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അതുപോലെ നമുക്ക് ഈ DMR ഹാൻഡ്സെറ്റുകൾ എങ്ങനെ ഹോട്ട്സ്പോട്ടുകളുമായി കണക്ട് ചെയ്യാം, ഹോട്ട്സ്പോട്ട് ഉപയോഗിച്ച് എങ്ങനെ TG ഗ്രൂപ്പ്, വേൾഡ് വൈഡ് TG ഗ്രൂപ്പിലേക്ക് ആക്സസ് ചെയ്യാം തുടങ്ങിയ കാര്യങ്ങളാണെന്ന് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. ഇതാണ് ഡിജിറ്റൽ മൊബൈൽ റേഡിയോ അഥവാ DMR. ഇത് സാധാരണ അനലോഗ് ട്രാൻസ്സീവർ, ഹാൻഡി ട്രാൻസ്സീവർ പോലെ തന്നെയാണെങ്കിലും ഇതിൽ ഡിജിറ്റൽ മോഡ് കൂടി ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. രണ്ടും ഒരുമിച്ച് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഹാൻഡ്സെറ്റാണിത്. ഈ ഹാൻഡ്സെറ്റിൽ നമുക്ക് ഡാറ്റ കേബിൾ കണക്ട് ചെയ്യുന്ന പോർട്ട് ഇതാണ്. ഇത് ഡാറ്റ കേബിൾ നമ്മൾ സാധാരണ ഉപയോഗിക്കാറുള്ള ഇതാണ് ഡാറ്റ കേബിൾ. ഈ ഡാറ്റ കേബിൾ ഉപയോഗിച്ചാണ് നമ്മളിത് കണക്ട് ചെയ്യുന്നത്. ഈ ഡാറ്റ കേബിൾ രണ്ട് തരമുണ്ട്. ഇൻബിൽറ്റ് ചിപ്പ് വരുന്ന ഡാറ്റ കേബിളുണ്ട്, വിത്തൗട്ട് ചിപ്പ് ഡയറക്റ്റ് USB ഡാറ്റ കേബിളുണ്ട്. ഈ ഒരു പർട്ടിക്കുലർ DR1801 ഇൻബിൽറ്റ് ചിപ്പുള്ള ഡാറ്റ കേബിൾ ഉപയോഗിച്ചാണ് പ്രോഗ്രാം ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ DMR റേഡിയോ ഡാറ്റ പോർട്ടിലേക്ക് നമ്മൾ കണക്ട് ചെയ്തു. അതിനുശേഷം നമ്മൾ റേഡിയോ ഓൺ ചെയ്യുന്നു. റേഡിയോ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ DMR ഓപ്പറേറ്റ് ചെയ്യുന്നതിന് DR1801 A6 എന്നൊരു സോഫ്റ്റ്വെയർ ആവശ്യമുണ്ട്. ഇതാണ് DR1801 A6 എന്ന CPS സോഫ്റ്റ്വെയർ. ഓക്കെ, ഈ CPS സോഫ്റ്റ്വെയർ നമ്മൾ DMR ആയിട്ട് ഡാറ്റ കേബിൾ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ റീഡ് ഫ്രം റേഡിയോ, ഈ റേഡിയോയിലുള്ള അതിൻ്റെ ഫാക്ടറി സെറ്റിംഗ് പാരാമീറ്റേഴ്സ് ഒക്കെ നമുക്ക് ആദ്യം റീഡ് ചെയ്തെടുക്കേണ്ടതുണ്ട്. ആ റീഡ് ചെയ്തിട്ടാണ് നമ്മൾ അതിൽ മാറ്റം വരുത്തിയിട്ടാണ് നമ്മൾ സോഫ്റ്റ്വെയർ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ റീഡ് ഫ്രം റേഡിയോ, അത് കോമ്പോർട്ട് നമ്മൾ ഏതാണോ ശരിയായ കോമ്പോർട്ട് അത് സെലക്ട് ചെയ്തിട്ട് വേണം ഇത് ചെയ്യാൻ. അങ്ങനെ ഓക്കെ ചെയ്താൽ നമുക്ക് റേഡിയോയിൽ ഇപ്പോൾ റേഡിയോയിലുള്ള ഫാക്ടറി സെറ്റിങ്സ് നമുക്ക് റീഡ് ചെയ്തെടുക്കാവുന്നതാണ്. ഓക്കെ, ഇതിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ഇതിൽ കുറേ കാര്യങ്ങൾ നമുക്ക് ഡിഫോൾട്ട് സ്റ്റേജിൽ തന്നെ സെറ്റ് ചെയ്ത് വെച്ചാൽ മതി. നമ്മൾ കാര്യമായ മാറ്റങ്ങളൊന്നും വരുത്തേണ്ടതില്ല. നമ്മൾ മെയിനായിട്ട് ചെയ്യേണ്ടത് വെച്ചാൽ ചാനൽ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാം. അതിൽ ഗ്രൂപ്പ് ഉണ്ടാകുക, പിന്നെ DMR സെറ്റിങ്സിൽ നമ്മുടെ പേഴ്സണൽ ഇൻഫർമേഷൻസ് കൊടുക്കുക. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രം ചെയ്താൽ മതി. നമുക്ക് ഓപ്പറേറ്റ് ചെയ്യണമെങ്കിൽ ചാനലിൽ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നു, സോൺ ക്രിയേറ്റ് ചെയ്യുന്നതാണ് കാര്യമായിട്ട് നമ്മൾ നോക്കാനുള്ളത്. ബേസിക് കോൺഫിഗറേഷനിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് മൈ റേഡിയോ, ഞാൻ ഒരു പേര് നമുക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം. ഞാൻ മൈ റേഡിയോ കൊടുത്തു. മൈ റേഡിയോ ഡിഫോൾട്ടായിട്ട് വരുന്നതാണ്. നമുക്ക് ഇഷ്ടമുള്ള നമ്മുടെ പേര് കൊടുക്കാം. പിന്നെ റേഡിയോ ID എന്ന് പറയുന്നത് DMR ID നമ്മൾ രജിസ്റ്റർ ചെയ്യുന്ന DMR ID ആണ്. അത് നമ്മൾ brandminister.com നമ്മൾ രജിസ്റ്റർ ചെയ്തെടുക്കുന്ന DMR ID ആണ്. ഇതെല്ലാം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇതിൽ ഡിഫോൾട്ട് സെറ്റിങ്സിൽ മാറ്റേണ്ടതില്ല. പിന്നെ ടൈം ഔട്ട് ടൈമർ വേണമെങ്കിൽ മാറ്റിയാൽ മതി. എത്ര സമയം കണ്ടിന്യൂസ് TX വേണമെന്നുള്ളതാണ്. അത് 120 ഡിഫോൾട്ടായിട്ട് വരുന്നുണ്ട്. അത് വേണമെങ്കിൽ നമുക്ക് 180 ആക്കാം. 3 മിനിറ്റ്സ് അല്ലെങ്കിൽ 2 മിനിറ്റ്സ് നമുക്ക് സെറ്റ് ചെയ്യാം. പിന്നെ ക്രിയേറ്റ് സോണാണ്. ഈ സോൺ ക്രിയേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ചാനൽ ഗ്രൂപ്പ് ഉണ്ടാക്കുന്നത്. നമുക്കിഷ്ടമുള്ളൊരു പേരിൽ നമുക്ക് ഓരോ സോണുകൾ ക്രിയേറ്റ് ചെയ്യാം. ഇപ്പോൾ ഇന്ത്യൻ ചാനലുകൾക്ക് ഒരു സോണ്, ഗ്ലോബലിനായിട്ട് വേറെ സോണ്, അനലോഗിന് വേറെ സോണ്, ഡിജിറ്റൽ, അങ്ങനെ നമുക്കിഷ്ടമുള്ള ഒരു ഗ്രൂപ്പുകളായിട്ട് തിരിച്ചിട്ട് ഈ സോണുകളുടെ അണ്ടറിലാണ് നമ്മുടെ ചാനൽ ലിസ്റ്റ് വരുന്നത്. പിന്നെ ഉള്ളത് കോണ്ടാക്ട്സുകളാണ്. ഈ കോണ്ടാക്ട്സ് എന്ന് പറയുന്നതാണ് TG ഗ്രൂപ്പുകൾ. ഈ TG ഗ്രൂപ്പ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്, നമ്മൾ ഓരോ പിന്നെ ഗ്രൂപ്പുകൾക്ക് ഓരോ ID-കളുണ്ടാവും. ഉദാഹരണമായിട്ട് ബാംഗ്ലൂർ റിപ്പീറ്ററിൻ്റെ ID 40480 ആണ്. അപ്പോൾ നമ്മൾ ബാംഗ്ലൂർ റിപ്പീറ്ററായിട്ട് നമ്മൾ ആക്സസ് ചെയ്യണമെങ്കിൽ ഈ 40480 എന്ന ID TG ഗ്രൂപ്പിലേക്ക് നമ്മൾ കണക്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളൊരു ബാംഗ്ലൂർ TG ഗ്രൂപ്പ് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്യണം. പിന്നെ ഗ്ലോബൽ TG ഗ്രൂപ്പാണ്. ഗ്ലോബൽ TG ഗ്രൂപ്പിൻ്റെ ID 91 ആണ്. ഈ 91 നമ്മൾ TG ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അമേരിക്ക, യൂറോപ്പ് രാജ്യങ്ങളിലുള്ള ഹാമുകളായിട്ട് നമുക്ക് കോൺടാക്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഇന്ത്യൻ്റെ TG ID എന്ന് പറയുന്നത് 404 ആണ്.
ഈ 404 ID ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യയിൽ കൂടെ പാസ് ചെയ്ത് പോകുന്ന DMRകളുടെ ആക്സസ് ID ആണ്. അപ്പോൾ അതുപോലെ നമുക്ക് ഇഷ്ടമുള്ളത്ര ഇപ്പോൾ കേരള TG ഗ്രൂപ്പ് എന്ന് പറയുന്നത് 40407 ആണ്. അതുപോലെ ഡൽഹി, UAE, ഒമാൻ, ചെന്നൈ, ഖത്തർ, അങ്ങനെ ഇന്തോനേഷ്യ, അങ്ങനെ ഒരുപാട് TG ഗ്രൂപ്പുകൾ വേൾഡ് വൈഡ് ആയിട്ട് വർക്ക് ചെയ്യുന്നത്. ഇത് brandmeester.com എന്ന് പറഞ്ഞ അവരുടെ അണ്ടറിലാണ് ഇതൊക്കെ വരുന്നത്, ഈ TG ഗ്രൂപ്പുകളൊക്കെ വരുന്നത്. അപ്പോൾ ഈ TG ഗ്രൂപ്പുകൾ ത്രൂ ആണ് നമ്മൾ ഒരു DMR ഓപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഈ TG ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യണം. അത് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ അത് എഡിറ്റിന് പ്രൈവറ്റ് കോൾ ഗ്രൂപ്പ്, ഈ ഗ്രൂപ്പ് കോൾ ആയിരിക്കണം TG ഗ്രൂപ്പ്. നമ്മൾക്ക് TG ഗ്രൂപ്പിലേക്ക് പോകുന്നെങ്കിൽ ഗ്രൂപ്പ് കോൾ സെലക്ട് ചെയ്തിട്ട് ആ TG ഗ്രൂപ്പിൻ്റെ കോഡ് അടിച്ചിട്ട് ഓക്കെ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ TG ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്ന TG ഗ്രൂപ്പുകൾ ത്രൂ ആണ് നമ്മൾ ചാനൽ ക്രിയേറ്റ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് ചെയ്യാനുള്ളത് ചാനൽസാണ്. ചാനൽസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഒരു ചാനൽ പുതുതായിട്ട് ക്രിയേറ്റ് ചെയ്യുന്നത് ക്രിയേറ്റ് ചാനൽ കൊടുക്കാം. ചാനൽ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എഡിറ്റാണ്, ആ പാരാമീറ്റേഴ്സ് എഡിറ്റ് ചെയ്യാം. ചാനലിൻ്റെ പേര് കൊടുക്കാം. RX, TX ഫ്രീക്വൻസികൾ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് എൻ്റർ ചെയ്യണം. സാധാരണ ഡൗൺ ഷിഫ്റ്റ് 600 kHz എന്നുള്ള ആ സിസ്റ്റത്തിലല്ല. ഇതിന് TX ഫ്രീക്വൻസി വേറെ, RX ഫ്രീക്വൻസി വേറെ. അപ്പോൾ നമ്മൾ റിപ്പീറ്ററിലാണ് ആക്സസ്. ബാംഗ്ലൂർ DMR റിപ്പീറ്ററിൻ്റെ TX ഫ്രീക്വൻസി 145.875 ആണ്. അതുപോലെ അതിൻ്റെ റിസീവിങ് ഫ്രീക്വൻസി 145.275 MHz ആണ്. അപ്പോൾ അത് രണ്ടും സെപ്പറേറ്റ് ആയിട്ട് തന്നെ നമ്മൾ സെറ്റ് ചെയ്യണം. പിന്നെ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട TX പവറാണ്. നമ്മൾ റിപ്പീറ്ററാണ് ഉപയോഗിക്കുന്നത് വെച്ചാൽ ഹൈ പവറിൽ ഫുൾ 5 വാട്ട് ഓപ്പറേറ്റ് ചെയ്യാം. അതല്ല നമ്മൾ ഹോട്ട്സ്പോട്ട് വഴിയാണ് നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് വെച്ചാൽ ലോ പവർ മതി, 1 വാട്ട് ഓപ്പറേറ്റ് ചെയ്താൽ മതി. അതുപോലെ നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ കോൺടാക്ട് ലിസ്റ്റാണ് TG ഗ്രൂപ്പ്, അത് ഒരു കോൺടാക്ട് ലിസ്റ്റ് ഉണ്ടാക്കി. അപ്പോൾ ഈ ഒരു ചാനൽ ഈ ഫ്രീക്വൻസി ഏത് ഗ്രൂപ്പായിട്ടാണ് കണക്ട് ചെയ്യേണ്ടതെന്നാണ് ഈ കോൺടാക്ട് ലിസ്റ്റ് കൂടി നമ്മൾ തീരുമാനിക്കുന്നത്. അപ്പോൾ നമ്മൾ ബാംഗ്ലൂർ ഗ്രൂപ്പിലായിട്ടാണ് കണക്ട് ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ TG ഗ്രൂപ്പിൻ്റെ ലിസ്റ്റ് ഇവിടെ കാണാം. ഈ കോൺടാക്ട് ലിസ്റ്റിൽ നിന്ന് ഏത് ഗ്രൂപ്പിലേക്കാണ് നമ്മൾ കണക്ട് ചെയ്യേണ്ടതെന്നുള്ള ഇവിടെ ഐഡൻറ്റിഫൈ ചെയ്ത് കൊടുത്താൽ ഈ ചാനൽ ആ ഒരു പർട്ടിക്കുലർ ഗ്രൂപ്പായിട്ട് കോൺടാക്ട് ആവും. പിന്നെ ഈ കളർ കോഡ് എന്നുള്ളത് നമ്മൾ TCS, DCS അനലോഗ് ട്രാൻസ്മിഷനിൽ TCS, DCS ഉപയോഗിക്കുന്ന ആ ഒരു മെത്തേഡിൽ കളർ കോഡ് ഉപയോഗിച്ചിട്ട് പർട്ടിക്കുലർ ചാനലുകൾ ഐസൊലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. പിന്നെ ഇതിൽ മറ്റുള്ള കാര്യങ്ങളൊക്കെ ഡിഫോൾട്ട് സെറ്റിങ്സിൽ വെച്ചാൽ മതി. പിന്നെ ഇതുപോലത്തെ പിന്നെ VFO ആണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ വിഷയത്തിൽ. VFO എന്ന് പറഞ്ഞാൽ നമുക്ക് സിംപ്ലക്സ് ഓപ്പറേഷന് വേണ്ടിയിട്ട് VFO, നമ്മൾ ഗ്രൂപ്പ് കോൾ അല്ലാതെ പേഴ്സണൽ കോളുകൾക്ക് വേണ്ടി സിംപ്ലക്സ് ഓപ്പറേഷൻ വേണമെങ്കിൽ അത് 2 VFO ഉണ്ട്. ഒരു VFO-A ഉണ്ട്, VFO-B ഉണ്ട്. VFO-B നമ്മൾ അനലോഗിൽ ഇപ്പോൾ ഇതിൽ 2 VFO അനലോഗിലും വർക്ക് ചെയ്യും, ഡിജിറ്റലിലും വർക്ക് ചെയ്യും. അപ്പോൾ ഒരു VFO നമുക്ക് അനലോഗിലും ഒരു VFO നമുക്ക് ഡിജിറ്റലും ഓപ്പറേഷന് വേണ്ടി മാറ്റി വെക്കാം. അപ്പോൾ ഡിജിറ്റൽ ഓപ്പറേഷനിൽ നമുക്ക് സിംപ്ലക്സിൽ ഡിഫോൾട്ടായിട്ട് ഏതെങ്കിലും ഒരു ഫ്രീക്വൻസി സെറ്റ് ചെയ്യാം. പിന്നെ TG ഗ്രൂപ്പ് എന്ന് വേണമെങ്കിൽ ഒരു പേഴ്സണൽ TG ഗ്രൂപ്പിൽ വേണമെങ്കിൽ അങ്ങനെ സെറ്റ് ചെയ്യാം. പിന്നെ സ്ലോട്ട് 1, സ്ലോട്ട് 2 2 സ്ലോട്ടുകളാണ് സാധാരണ ഒരു റിപ്പീറ്റർ സ്റ്റേഷൻ ഉണ്ടാവുക. അത് സ്ലോട്ട് 1, സ്ലോട്ട് 2. 2 സ്ലോട്ട് എന്ന് പറയുമ്പോൾ അത് പിന്നെ 25 kHz ബാൻഡ് വിഡ്ത്തിനെ 2 ഗ്രൂപ്പായിട്ട് തിരിച്ചിട്ട് 12.5 kHz ആയിട്ട് മാറ്റിയിട്ട് 2 സ്ലോട്ടായിട്ട് ഒരു അനലോഗ് ചാനലിൽ 2 DMR ചാനൽ ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു സിസ്റ്റത്തിലാണ് ഡിജിറ്റൽ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു സ്ലോട്ട് 1ഉം സ്ലോട്ട് 1ഉം 2ഉം ആയിട്ട് നമുക്ക് ഒരേ ഫ്രീക്വൻസി തന്നെ 2 ചാനലിന് വേണ്ടി ഉപയോഗിക്കാം. ആ ഒരു സെറ്റിങ്സ് ആണ് ഇത്. പിന്നെ കളർ കോഡ് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു DCS ഓപ്പറേഷന് പോലുള്ള ഒരു കോഡിംഗ് സിസ്റ്റമാണ്. പിന്നെ ഇത് ഫ്രീക്വൻസി സ്റ്റെപ്പ്, ഇത് നമ്മൾ VFO-ൽ എത്ര സ്റ്റെപ്പിലാണ് ഫ്രീക്വൻസി ചേഞ്ച് ആക്കുമ്പോൾ 5 kHz-ലാണോ 2.5 kHz-ലാണോ നമ്മൾ ചേഞ്ച് ആവേണ്ടതെന്നുള്ള അത് നമുക്ക് വേണമെങ്കിൽ 20-ലോ 30-ലോ 50 kHz-ലൊക്കെ സെറ്റ് ചെയ്യാം. ഓരോ സ്റ്റെപ്പും അത്രയും ജമ്പ് ചെയ്യുന്നതാണ്, അതിന് വേണ്ടിയിട്ടാണ് ചെയ്തത്. പിന്നെ ഓഫ്സെറ്റ് ഇതൊന്നും ആവശ്യമില്ല. പിന്നെ ഫ്രീക്വൻസി ഡീവിയേഷൻ ഇതൊക്കെ ഡിഫോൾട്ടായിട്ട് 10 ആണ് വരുന്നത്. ഡിഫോൾട്ട് 10 തന്നെ വെച്ചാൽ മതി. ഇതിന് RX-ഉം TX-ഉം സെപ്പറേറ്റ് ചെയ്യണം. ഈ ഹൈ പവർ എന്ന് പറയുന്നത് ഫുൾ പവറാണ്. ലോ പവർ അത് ടിക്ക് ഒഴിവായി കഴിഞ്ഞാൽ ലോ പവർ ആയിരിക്കും TX. അപ്പോൾ ഒരു ചാനൽ നമ്മൾ ഡിജിറ്റലും ഒരു ചാനൽ അനലോഗിനും വേണ്ടി മാറ്റി വെക്കുക. അതിൽ വേരിയബിൾ ഫ്രീക്വൻസി നമുക്ക് സിംപ്ലക്സിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. അത് ഇതിൽ വരുന്നത് CTCS, DCS ആണ് വരുന്നത്. നമ്മൾ നേരത്തെ അനലോഗിന് ഉപയോഗിച്ച ആ ഒരു പാരാമീറ്ററാണ്. ഇതപ്പോൾ അനലോഗ് പാരാമീറ്റേഴ്സാണ്. RX CTS, TX CTS. അതുപോലെ ഡിജിറ്റലിലേക്ക് വരുമ്പോഴാണ് ഈ കളർ കോഡിങ് വരുന്നത്. അപ്പോൾ കളർ കോഡ്, സ്ലോട്ട് ഈ 2 ആണ് ഡിജിറ്റലിലേക്ക് വരുന്ന മാറ്റം.
അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും നമ്മളൊരു DMR CPS സോഫ്റ്റ്വെയർ നമ്മൾ പ്രോഗ്രാം ചെയ്യുമ്പോൾ. വേറെ ഏത് ബ്രാൻഡ് ആയാലും ബേസിക് ആയിട്ടുള്ള പാരാമീറ്റേഴ്സ് ഇതാണ്. പിന്നെ ബ്രാൻഡിനനുസരിച്ച് പല മാറ്റങ്ങളും നമുക്ക് അതിൽ കാണാൻ പറ്റും. അതതിൻ്റെ പർട്ടിക്കുലർ സോഫ്റ്റ്വെയറിൻ്റെ വ്യത്യാസങ്ങളുണ്ടാവും. അപ്പോൾ നമ്മൾ ഇതെല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സേവ് ഫയലായിട്ട് നമുക്ക് ഈ കമ്പ്യൂട്ടറിൽ തന്നെ ഈ നമ്മൾ സെറ്റിങ്സ് സേവ് ചെയ്ത് വെക്കാം. പിന്നെ റൈറ്റ് ടു റേഡിയോ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഇതുപോലെ ഈ കോമ്പോർട്ട് സെലക്ട് ചെയ്തിട്ട് ശരിയായ കോമ്പോർട്ടിൽ ഓക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇത്രയും കാര്യങ്ങൾ നമ്മൾ റേഡിയോയിലേക്ക് അപ്ലോഡ് ചെയ്യുന്നു. ഈ അപ്ലോഡ് ചെയ്യുന്നതാണ് നമ്മുടെ CPS. ഈ CPSലുള്ള എല്ലാ ചാനലുകളും അതിൻ്റെ ലിസ്റ്റുകളും കംപ്ലീറ്റ് കോൺഫിഗറേഷന് ഈ റേഡിയോയിലേക്ക് ഈ സീരിയൽ പോർട്ട് വഴി നമുക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത്രയും ചെയ്ത് കഴിഞ്ഞാൽ ഒരു DMR നമുക്ക് ഓപ്പറേഷന് റെഡിയായി. ഓക്കെ, ഇനി നമുക്ക് ഹോട്ട്സ്പോട്ട് എന്താണെന്ന് നോക്കാം. ഹോട്ട്സ്പോട്ട് എന്ന് പറയുന്ന ഒരു ഇൻസ്ട്രുമെൻ്റ് ഇതാണ്. ഇത് നമ്മളൊരു ബാറ്ററി ബാക്കപ്പിൻ്റെ കൂടെ ഫിറ്റ് ചെയ്തതിൻ്റെ കാരണം എന്താ വെച്ചാൽ ഇത് മൊബൈലായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സെറ്റപ്പാണ്. അപ്പോൾ നമുക്ക് കാറിലോ മറ്റ് എവിടെയും പോകുന്ന സമയത്ത് ഇത് കയ്യിൽ വെച്ചാൽ ഇത് നമുക്ക് പവറില്ലാതെ തന്നെ ഇതിൽ തന്നെ 5 വോൾട്ട് പവറുണ്ട്. ഈ 5 വോൾട്ട് പവർ ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ ഒരു ഹോട്ട്സ്പോട്ട് വർക്ക് ചെയ്യിക്കാം. ഇത് വർക്ക് ചെയ്യിക്കുമ്പോൾ വൈഫൈ കണക്ടിവിറ്റി വേണം. അപ്പോൾ വൈഫൈ ആയിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഹോട്ട്സ്പോട്ടും നമ്മുടെ DMRും തമ്മിൽ വൈഫൈ ആയിട്ട് കണക്ടിവിറ്റി ഉണ്ടാവും. അപ്പോൾ ഈ DMRന് നിന്ന് TX സിഗ്നൽ ഈ ഹോട്ട്സ്പോട്ടിൽ റിസീവ് ചെയ്യും. റിസീവ് ചെയ്ത ഹോട്ട്സ്പോട്ടിൽ നിന്ന് വൈഫൈ വഴി നമുക്കത് ഇൻ്റർനാഷണൽ TG ഗ്രൂപ്പിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യും. അതാണ് ഇതിൻ്റെ സിസ്റ്റം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഹോട്ട്സ്പോട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ ഹോട്ട്സ്പോട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു സോഫ്റ്റ്വെയർ ആവശ്യമുണ്ട്. അപ്പോൾ ആ സോഫ്റ്റ്വെയർ നമ്മൾ ഇതിൻ്റെ അടിയിൽ ഇതൊരു റാസ്ബെറി PI എന്ന് പറഞ്ഞ ഒരു ചെറിയ ഒരു ബോർഡ് ഇതിലുണ്ടാവും. അതിൻ്റെ കൂടെയാണ് നമ്മൾ ഹോട്ട്സ്പോട്ട് എന്ന് പറഞ്ഞൊരു ബോർഡ് സെപ്പറേറ്റ് ഇൻസേർട്ട് ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ ഈ റാസ്ബെറി PI പ്രോഗ്രാം ചെയ്തിട്ടാണ് ഈ ഹോട്ട്സ്പോട്ട് ഓപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിലൊരു ചെറിയ മെമ്മറി കാർഡ് ഉണ്ട്. ഇതിൽ വേറെ ഡാറ്റ സ്റ്റോറേജ് സിസ്റ്റം ഒന്നും ഇല്ലാത്തതിനോട് ഈ മെമ്മറി കാർഡിലാണ് ഇതിൻ്റെ ഫേംവെയർ OS ഒക്കെ ലോഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആ ഫേംവെയർ ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ DMR ID, വൈഫൈ പാസ്വേഡ്, വൈഫൈ കണക്ടിവിറ്റി പാരാമീറ്റേഴ്സ് ഒക്കെ നമ്മൾ ഇതിൻ്റെ സോഫ്റ്റ്വെയറിലേക്ക് ആഡ് ചെയ്യണം. അപ്പോൾ അതിൻ്റെ ഏത് സോഫ്റ്റ്വെയർ ഉപയോഗിച്ചാണ് ഈ DMR ഓപ്പറേറ്റ് ചെയ്യുന്നത് എന്നല്ല ഈ ഒരു ഹോട്ട്സ്പോട്ട് ഓപ്പറേറ്റ് ചെയ്യുന്നത് നോക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ ഹോട്ട്സ്പോട്ട് കണക്ടിവിറ്റി സോഫ്റ്റ്വെയർ PI സ്റ്റാർ ഡിജിറ്റൽ വോയിസ് ഡാഷ്ബോർഡ്. അപ്പോൾ ഈ ഒരു ഡിജിറ്റൽ വോയിസ് ഡാഷ്ബോർഡിൽ നമ്മൾ റേഡിയോ ഇൻഫോ അതിൻ്റെ ഫ്രീക്വൻസി 434.25 MHz ആണ്. അതുപോലെ RX TX, ഇതിൻ്റെ TX വരുന്നത് ഈ എൻ്റെ DMR ഹാൻഡ്സെറ്റിൽ നിന്ന് TX പോകുന്നത് 434.25 MHz അത് ഈ ഹോട്ട്സ്പോട്ട് റിസീവ് ചെയ്യുന്നു. ഈ ഹോട്ട്സ്പോട്ട് റിസീവ് ചെയ്തിട്ടാണ് ഈ DMR വൈഫൈ വഴി വെബ്സൈറ്റിലേക്ക് അപ്ലോഡ് ചെയ്യുന്നത്. അതുപോലെ ഈ വെബ്സൈറ്റ് വഴി വരുന്ന ഇൻഫർമേഷൻസ് RX ഫ്രീക്വൻസി 434.25 സെയിം ഫ്രീക്വൻസിയിൽ ഇതിലേക്ക് വരുന്നത് ഈ ഹോട്ട്സ്പോട്ട് ഹാൻഡ്സെറ്റിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യും. അങ്ങനെയാണ് ഈ ഒരു സിസ്റ്റം ഓപ്പറേറ്റ് ചെയ്യുന്നത്. പിന്നെ TS2 സ്ലോട്ട് 2ലാണ് നമ്മൾ ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നത്. കളർ കോഡ് 1 TS2 ഇതാണ് ഇതിൻ്റെ സെറ്റിങ്സ്. ഈ ഒരു സെറ്റിങ്സിൽ ആണ് നമ്മളിത് ഓപ്പറേറ്റ് ചെയ്യുന്നത്. പിന്നെ ഈ കോൺഫിഗറേഷൻ സെറ്റിങ്ങിൽ പോയിട്ട് നമ്മൾ നമ്മുടെ വൈഫൈ പാസ്വേഡുകൾ അങ്ങനെയുള്ള കുറേ പാരാമീറ്റേഴ്സ് ഇതിൽ എൻ്റർ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഇതാണ് DMR വിത്ത് ഹാൻഡി ഓപ്പറേഷൻ, DMR വിത്ത് ഹോട്ട്സ്പോട്ട് ഓപ്പറേഷൻ. അപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ ഹാൻഡ്സെറ്റിൽ നിന്ന് ഈ ഹോട്ട്സ്പോട്ടിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്നു. ഈ ഹോട്ട്സ്പോട്ടിൽ അത് റിസീവ് ചെയ്തിട്ട് അത് വൈഫൈ വഴി ഇൻ്റർനാഷണൽ ടോക്ക് ഗ്രൂപ്പിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്നു. അതുപോലെ ഇൻ്റർനാഷണൽ ടോക്ക് ഗ്രൂപ്പ് വഴി വരുന്ന സിഗ്നലുകൾ TG ഗ്രൂപ്പുകൾ ഈ ഹോട്ട്സ്പോട്ട് റിസീവ് ചെയ്തിട്ട് ഇതിൽ നിന്ന് നേരെ 434 MHz ഈ ഹാൻഡിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്നു. അപ്പോൾ ഈ ഹാൻഡി ഓൾവേസ് കണക്റ്റഡ് ആയിരിക്കും. അപ്പോൾ ഈ ഒരു ഹോട്ട്സ്പോട്ട് നമുക്ക് ബാറ്ററി ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന രൂപത്തിലാക്കി കഴിഞ്ഞാൽ നമുക്ക് കാറിലോ എന്തെങ്കിലും നമ്മുടെ സ്ഥാപനങ്ങളോ പോകുന്നിടത്തൊക്കെ ഇത് മൊബൈലായിട്ട് നമുക്ക് വർക്ക് ചെയ്യിക്കാൻ പറ്റും. അങ്ങനെ ആകുമ്പോൾ DMR ഓൾവേസ് ആക്റ്റീവ് ആയിരിക്കും. ഇൻ്റർനാഷണൽ TG ഗ്രൂപ്പിലേക്ക് നമുക്ക്
ആക്സസ് കിട്ടും. നമുക്ക് ഈ ഒരു DMR ഹാൻഡി ഹോട്ട്സ്പോട്ട് ഓപ്പറേഷൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. Learning languages, geography and history through Ham Radio. Every cursor is a new lesson. Join the Ham Radio community and start your unique journey today. Unlock the world of amateur radio. Florida 4 Bravo Hotel Kilo 59 November Sierra. Good morning, thank you for November Sierra, you are 59.